വളരെ അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വളരെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഹാപ്പിയാണോ എല്ലാവരും? കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കണ്ടതിനേക്കാൾ വളരെ വ്യത്യസ്തമായി, ഇരട്ടിയല്ല, ആമേൻ, 4 ഇരട്ടിയോളം ആത്മാക്കളെ നേടുവാൻ, ആമേൻ, വാസ്തവമായി കർത്താവ് സ്ഥിതി മാറ്റി എന്ന് പറയുവാൻ തൊക്കെ വേണം. അത് കണ്ട് നിങ്ങളോട് ചേർന്ന് സന്തോഷിക്കുവാൻ ദൈവം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വസ്തന്മാർ നിന്നാൽ മതി, ബാക്കി ദൈവം പ്രവർത്തിച്ചോളും. ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അഭിഷിക്ത ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തനാണ്. കാരണം ഇന്ന് ശരിക്കും അനുകരണത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒക്കെ ഒരു കളിയരങ്ങായി സഭകൾ മാറുമ്പോൾ വാസ്തവമായി ദൈവത്തോട് ഹൃദയംഗമായ ബന്ധം പുലർത്തുന്ന, ദൈവത്തെ അടുത്തറിയുന്ന, ആമേൻ, കർത്താവിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു അഭിഷിക്തനെ ലഭിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ട് നമുക്ക് ഈ ആയുഷ്യ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരു നല്ല വഴികാട്ടിയെ ലഭിക്കുക എന്നുള്ളതാണ്. ശ്രോത്രം, അത് ഈ സഭയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ സന്തോഷ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടും സഭയുടെ പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഞാൻ സാധാരണ സൺഡേയിൽ ഒരിടത്തും പോകുന്നതല്ല. പാർശ്വത്തിന് നാളുകളായി എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ കൂടെയാണ് ഇതെന്നുള്ളത് കൊണ്ടും ഇവിടെ പ്രസ്താവിക്കുന്ന ഒരു വാക്ക് പോലും, ആമേൻ, വെറുതെ പോകത്തില്ലെന്നുള്ള ഉറപ്പും കൂടെ ഉള്ളത് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിലങ്ങൾ ഒരുക്കപ്പെട്ടവരായി അത് 100 മേനി ഫലം കായ്ക്കാൻ ഒരുക്കമുള്ള ഒരു കൂട്ടം ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ വർഷിപ്പ് ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ ഉണ്ടോ? ആമേൻ. ഒത്തിരി സന്തോഷം തോന്നി. കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ഒരുക്കി വളരെ തീഷ്ണതയോടെ ആവേശത്തോടെ നിൽക്കുന്ന സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഭയ്ക്ക് അതൊരു അസറ്റാണ്. നിശ്ചയമായിട്ടും ഇതിനകത്ത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ദൈവ സാന്നിധ്യം. ആമേൻ. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന സകല പ്രാണികളും ഈ പട്ടണത്തെ പിടിച്ചടക്കുവാൻ സ്വർഗം ഈ ചെറിയ കൂട്ടത്തെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ പിന്നെയും പ്രവചിച്ചു പറയുന്നു, സഭയുടെ സ്ഥിതിക്ക് പിന്നെയും കർത്താവ് മാറ്റം വരുത്താൻ പോകുന്നതിനാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പിന്നെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന കൈകൾ അടിച്ചൊരു പ്രാവശ്യം കൂടെ കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. തിരുവെടുത്ത് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം. ആമേൻ. വിശ്വസിച്ചാൽ ദൈവശക്തിക്ക് പിന്നെ അളവില്ല. ആമേൻ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം. ഹല്ലേലൂയ. നമ്മുടെ വൈകാരികമായ സന്തോഷത്തെക്കാൾ കർത്താവിനെ ഹൃദയം കൊണ്ട് തൊടുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അവനെ ഹൃദയംഗമായിട്ടൊന്ന് സ്നേഹിപ്പാൻ, ആമേൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിയുള്ള അത്ര പേരാണ്. ആ കൈകളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് കേൾക്കുന്ന വചനം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടുവരണമെങ്കിൽ, ആമേൻ, ദൈവ സാന്നിധ്യം അതിന് മുമ്പിടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിലെ മീതെ, ആമേൻ, എന്നിട്ട് കൽപ്പിച്ചതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഇന്ന് പകൽ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു
പ്രസംഗം കേൾക്കാനായിട്ടല്ല, ഇറ്റ് വിൽ ഹാപ്പൻ. ഇതിനിടയ്ക്ക് എന്റെ വചനം വെറുതെ പോയി വെറുതെ എന്റെ ഇടയ്ക്കിലേക്ക് മടങ്ങി വരത്തില്ല. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നു? അത് ഈ പട്ടണത്തിൽ അതുപോലെ സംഭവിക്കും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ അത് അങ്ങനെ തന്നെ ആക്ടിവേറ്റ് ആകുമെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്ത ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് അറിയത്തില്ല. ആമേൻ. ഒത്തിരി കാര്യം ടച്ച് ഒന്ന് പ്രധാനപ്പെട്ട് പറഞ്ഞ ഒന്നിരുടെ കാര്യം. ഒന്ന്, ന്യൂ ക്രിയേഷൻ. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. We are born by the Spirit of God. We are born by the incorruptible, everlasting, the living seed of God. ദൈവത്തിന്റെ വചനമാകുന്ന വിത്തിനാൽ വീണ്ടും ജനിച്ചെങ്കിൽ we are a part of God. ആമേൻ. നാം ദൈവമാണ്, ദൈവത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഈ മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കുന്ന, അവരെ സ്വാന്തനിപ്പിക്കും, അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതല്ലേ? ഒരു പാമ്പറിങ്ങാ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ദൈവത്തിന് ആശ്വാസം കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഹലോ, ഉണ്ടോ? അതെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ പെർസ്പെക്റ്റീവ് ഇസ് സോ ഡിഫറന്റ് അല്ലേ? നമ്മൾ പറയുന്നു we are the legal children of God. ദൈവത്തിന്റെ മകനാണ് ഞാനെങ്കിൽ ദൈവത്തിനുള്ള സകലത എന്റെ മേലുണ്ട്. ഇത് ഹൃദയത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് ദാവീദ് പറയുന്നത് ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്ക് ആവശ്യങ്ങളെ ഇല്ല, കാരണം ഞാൻ തന്നെ സൂപ്പർ നാച്ചുറലാ. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഈ വെളിപ്പാട് എപ്പോ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, വീട് ചെന്ന പ്രോജക്റ്റുകളുടെ ഇടയിൽ കടന്നു വരുമോ അന്നേ ദുരിതങ്ങൾ മാറത്തുള്ളൂ. ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാമോ? കാരണം വേദപുസ്തകം പറയുന്നു, നീ 21 days ചോദിച്ചത് കൊണ്ടല്ല നിനക്ക് വിടുതൽ കിട്ടിയത്. സത്യം നീ അറിഞ്ഞപ്പോ, യാഥാർത്ഥ്യം നീ അറിഞ്ഞപ്പോ, സത്യം അറിയുകയും സത്യം തന്നെ, നീ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്വസ്ഥതയ്ക്ക് തൊടാൻ പറ്റത്തില്ല, അസമാധാനത്തിന്റെ അടുക്കൽ വരാൻ കഴിയത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇത് ദൈവത്തെക്കാൾ അല്പം കുറഞ്ഞിരുന്നാലും വചനം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്. ബാക്കി പറഞ്ഞേ, അല്ല, ഇതിനിടയ്ക്ക് ഒരു വാക്ക് നിങ്ങൾ മിസ് ചെയ്തു. നിന്നെ കുറിച്ച് സ്വത്രം പറഞ്ഞില്ല, പേര് ഞാൻ മറന്നുപോയി. സൗമ്യ. ദൈവം പറയുകയാണ്, ദൂതനോട് സൗമ്യയുടെ മുഴുവൻ ഡീറ്റെയിൽസും കർത്താവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? നിന്നെ കുറിച്ച് എന്തൊക്കെ ശാരീരിക പ്രശ്നമുണ്ടോ, എന്തൊക്കെ മാനസിക പ്രശ്നമുണ്ടോ, എന്തൊക്കെ നാളുകളിലുള്ള പ്രശ്നങ്ങളുണ്ടോ, എവറിത്തിങ് എല്ലാം ഒരു ഗാർഡിയൻ ഏഞ്ചൽസിനെ പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഓ, ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ? ഇതിനേക്കാൾ വലിയ പ്രിവിലേജ് എന്താ? ദൈവമക്കളെ, നിരക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ദൂതനോട് കർത്താവ് കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഒരു യാചന? ഇന്ന് പകല ദൈവവചന സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നീ എപ്പോ ഈ ഏഞ്ചലിനെ ഇഗ്നോർ ചെയ്യുന്നോ,
നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ ഇഗ്നോർ ചെയ്യുന്നേ? മനസ്സിലായ എത്ര പേരുണ്ട്? നമ്മുടെ ഒരു ധൈര്യം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നേ. It's a fact. It's a truth. Unirrevocable. ഖണ്ഡിക്കാൻ കഴിയാത്ത ഒരു സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച്, ഈ ദൈവസഭയെ കുറിച്ച്, ഇതിന്റെ അടിസ്ഥാനത്തെ കുറിച്ച്, ഇതിന്റെ ഓരോ ദിവസമുള്ള മൂവ്മെന്റിനെ കുറിച്ച് He has given charge over angels. അവൻ ദൂതരെ ഇൻചാർജ് ആക്കി നിർത്തിയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിന്റെ മക്കളെ? അതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്, അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ദൈവം എന്റെ ഇടയനായിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അത് വിശ്വസിക്കുന്ന എത്ര പേരാണ്? അപ്പൊ നമ്മളെ ചോദ്യം, എന്തായി പ്രശ്നം, എന്തായി ബുദ്ധിമുട്ട്? അപ്പൻ അറിയാതെയല്ല. നിന്നെ ഒന്ന് ഒരുക്കിയെടുക്കണ്ടേ, നിന്നെ ഒന്ന് വളർത്തിയെടുക്കണ്ടേ? ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഒരു 1-1.5 വയസ്സൊക്കെ ആകുമ്പോ ഈ ചെറിയ റെക്കോർഡിൽ നല്ല ഋതമുള്ള പാട്ട് കേട്ടാൽ എന്ത് ചെയ്യും? സൂപ്പർ ഡാൻസ് കളിക്കും, മനോഹരമായിട്ട് കളിക്കും. അപ്പർക്ക് ഓരിയെടുത്തൊരു മുത്തൊക്കെ എടുത്തിട്ട് വളരെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഏതെങ്കിലും അമ്മമാര് നീ ആ രണ്ടാമത് ചവിട്ടിയ താളം അത്രയും ശരിയായില്ല എന്ന് പറയാറുണ്ടോ? എത്ര തെറ്റിച്ച് കളിച്ചാലും ആ പ്രായത്തിൽ ആ കുഞ്ഞിന് ഡാൻസ് അപ്പനമ്മയ്ക്ക് സൂപ്പറാ. പക്ഷെ ഇവള് 5ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തിട്ട് ഒരു ഡാൻസ് കോമ്പറ്റീഷന് ഈ ഡാൻസ് കളിപ്പിക്കൂ ഇല്ല. സൂപ്പർ അല്ലായിരുന്നോ? കുറ്റം പറഞ്ഞോ? ഇല്ല. പലപ്പോഴും നമ്മുടെ ശിശുത്വത്തിൽ എന്തെങ്കിലും കാണിച്ചാലും ഒക്കെ ദൈവം പറയും, കുഴപ്പമില്ല മക്കളെ, കുഴപ്പമില്ല, യു ആർ സൂപ്പർ, യു ആർ പ്രഷ്യസ് ഫോർ മീ. അങ്ങനെ പറഞ്ഞത് കൊണ്ട് നീ കളിച്ചത് കറക്റ്റ് അല്ല, ആകണമെന്നില്ല. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇത് സഭയ്ക്ക് പറ്റിയ അബദ്ധം, മണ്ടത്തരം കളിച്ചതൊക്കെ ദൈവം കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കൊണ്ടും, പലതിനും ശിക്ഷിക്കാത്തത് കൊണ്ടും, പലതിനെ തല്ലാത്തത് കൊണ്ടും അതാണ് സത്യം എന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ ദൈവത്തിന്റെ മക്കളെ? പക്ഷെ നീ കോമ്പറ്റീഷന് പോകുമ്പോ you have to learn it systematically. ഒരു ഹല്ലേലൂയ പറയാം. ടീച്ചറിന്റെ അടുത്ത് ചെല്ലുമ്പോ സംഭവം മാറി. ഇവിടെ നീ എന്ത് കാണിച്ചാലും സൂപ്പർ എന്നൊന്നും പറയത്തില്ല. ഹല്ലേലൂയ പറഞ്ഞില്ല ആരും. ഈ ഒരു ടീച്ചറിന്റെ ഒരു വടിയുണ്ട്. അതെന്നറിയാമോ? ഏത് പ്രശ്നത്തിന്റെ നടുവിൽ ചെന്നാലും, എത്ര വലിയ പൈശാചിക ശക്തി നിനക്കെതിരെ വാടകോരി യുദ്ധം ചെയ്താലും അതിൽ ജയിക്കുന്നവളായി തീരുവാൻ. ഓ ഹല്ലേലൂയ. പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ, നീ അതിന് പ്രാപ്തനായി തീരണമെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നു, അവരുടെ കൈകളെ യുദ്ധത്തിനായും എന്നാൽ വിരലുകളെ പോരിനായും അഭ്യസിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളില്ലാത്തോണ്ടില്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഭ്യസനത്തിലായിരിക്കുന്ന, ശിക്ഷ ഏൽക്കുന്ന, ശാസന ഏൽക്കുന്ന, തല്ലുകൊള്ളുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ കൈയടിച്ചോ? ആമേൻ. യു ആർ ഗ്രോയിങ്. ഹല്ലേലൂയ. നീ സ്പിരിച്വലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ അപ്പൻ പഠിപ്പിച്ചു
പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ മത്സര ഓട്ടത്തിന് ജയിക്കാൻ തക്കവണ്ണം നിന്നെ പരിശീലിപ്പിക്കുന്ന ആത്മിക അനുഭവങ്ങളെ ഓർത്ത് കൈകൾ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത് അപ്പനും പരിശുദ്ധാത്മാവും നമ്മളെ വ്യത്യാസം. ഇതാ എന്ത് കുസൃതി കാണിച്ചാലും എന്ത് ചെയ്യത്തില്ല, മോശമൊന്നും പറയത്തില്ല. പക്ഷെ നീ വളരാൻ തുടങ്ങുമ്പോ അത് നിന്റെ വളർച്ചയുടെ ശൈശവ ദിശയായിരുന്നു. പക്ഷെ നീ വളരാൻ തുടങ്ങുമ്പോ ക്രിസ്തുവിന്റെ സകല ജ്ഞാനത്തിലും സകല വിവേകത്തിലും സകല ശക്തിയിലും സകല കൃപാവരങ്ങളിലും വളരണമെങ്കിൽ ഒത്തിരി അടികൊള്ളണമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ മൊബൈലിലെ പാട്ടിന്റെ കൂടെ തുള്ളിയപ്പോ ആമേൻ വില കൊടുക്കണ്ടായിരുന്നു. പക്ഷെ അഭ്യസനം തുടങ്ങുമ്പോ ഇതിന് വലിയ ഫീസുണ്ട്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഒത്തിരി വില കൊടുക്കണം. വില കൊടുക്കാതെ ഇന്ന് വരെ ആരും ആത്മീയമായിട്ട് ഒന്നും അഭ്യസിപ്പിച്ചിട്ടില്ല. ബൈബിൾ തുറന്നു നോക്ക്. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച അഭിഷിക്തന്മാർ മുഴുവനും കൊടുത്ത വിലയെ നീ ഓർത്താൽ, അവർ തകർക്കപ്പെട്ട തകർച്ചകളെ നീ ഓർത്താൽ, ഒറ്റപ്പെടുത്തപ്പെട്ട അനുഭവങ്ങൾ, ഹൃദയം തകർന്ന് ഒറ്റപ്പെട്ടുപോയ എത്രയോ അനുഭവങ്ങൾ. കർത്താവേ മതി, എനിക്കിത് വേണ്ട, എനിക്ക് ശുശ്രൂഷ വേണ്ട, കർത്താവേ എനിക്ക് അഭിഷേകം വേണ്ട. ഏലിയാവ് പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ആമേൻ, 3 ആണ്ടും 6 മാസവും മഴയത്ത് പറഞ്ഞ് കർത്താവേ എനിക്കിനി മരിച്ചാൽ മതിയെന്ന് പറഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വില കൊടുക്കാതെ വളരാൻ കഴിയത്തില്ല എന്ന് ഇന്ന് പകൽക്കാല വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ കാര്യങ്ങളെ തട്ടി ഒന്ന് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തകരുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എത്രക്ക് പറയാനായിട്ട് പറ്റും? പലപ്പോഴും മനസ്സ് തകർന്ന് ഞാൻ അകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്തിനെന്നറിയാമോ? അപ്പന്റെ മാറോട് ഒന്ന് ചേർന്നിരുപ്പ, തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട അപ്പന്റെ ശബ്ദം കേൾക്കുക. Lord, I want to dwell in you, Lord. നിൻ മാറോട് ചേരട്ടെ ഞാൻ. കൈവർത്തി പറയാമോ? യേശുനാഥ, ഇന്നേരം നീയാണ് ഇന്നും എന്നും എൻ പിതാവ്. നിൻ മാറോടു യേശുനാഥ, ഇന്നേരം നീയാണ് ഇന്നും എന്നും എൻ പിതാവ്. ഞാനാകന്നാലും
നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം എൻ ജീവനും പ്രാണനും. കൈകളെ തട്ടി കർത്താനും മഹത്വം കൊടുത്താടെ സന്തോഷത്തോടെ. ഹല്ലേലൂയ. ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ മധ്യ ഇറങ്ങി നിൽക്കുന്ന കൃപയോർത്തി ആ ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് ചിലരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ, തന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാല ഭാരങ്ങൾ മാറിപ്പോകുന്നതിന്, നിരാശകൾ മാറിപ്പോകുന്നതിന്, ഭയത്തിന്റെ സ്പിരിറ്റുകൾ മാറിപ്പോകുന്നതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്നേഹം ടേസ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിന്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസം ദൈവത്തിന് മക്കളെ, ഒരു മതപരമായ ആചാരത്തെക്കാൾ ഇങ്ങനെ അപ്പനെ സ്നേഹിക്കാൻ, വിട്ടുപിരിയാൻ കഴിവതില്ലേ നിന്റെ സാന്നിധ്യം അറിഞ്ഞിടുമ്പോൾ? ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ. അന്ന് ചിന്തിച്ച രണ്ടാമത്തെ വിഷയം നമ്മൾ മറക്കരുത്. ആമേൻ. We are born by the Spirit of God. അവന്റെ സകല ആട്രിബ്യൂട്ട്സും എൻ്റെ അകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മുടെ ടോട്ടൽ പെർസ്പെക്റ്റീവ് മാറും. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറും. Because we are the heirs. Amen. അവകാശികളാണ്. We are the legal sons and daughters. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് അങ്ങനെ തന്നെ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും എന്റെ അവകാശം? ചില സമയത്ത് ഒരപ്പനും അമ്മയും ആഗ്രഹിക്കത്തില്ല ജനിച്ച കുഞ്ഞിങ്ങനെ എന്നും പായിൽ കടന്ന് ആമേൻ ഇങ്ക് വേണമെന്നോ അങ്ങനെയല്ല പണ്ടത്തെ ആൾക്കാർ. നോ, ഓരോ ദിവസം കഴിയുന്തോറും അത് വളരണം, തിരിച്ചു പ്രാപിക്കണം. ആമേൻ. ചില സമയത്ത് അപ്പന്റെ അടുക്കൽ നിന്നൊക്കെ നമുക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോയി കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? ചില വിഷയങ്ങളൊക്കെ വരും ഇതുപോലെ നിലവിളിക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാ നിന്നെ ചിലത് പഠിപ്പിക്കാൻ, നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക, നിന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഫുൾഫിൽമെന്റിന് വേണ്ടി, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞാൻ അഭിമുഖീകരിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, തകർച്ചകൾ എന്റെ ഉയർച്ചയ്ക്കാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പല ദൂത അതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So don't miss your sorrows. നിങ്ങളുടെ വേദനകളെ തള്ളിക്കളയരുത്, പ്രതികൂലങ്ങളെ അവോയ്ഡ് ചെയ്യരുത്, സ്വീകരിക്കുക. ഹല്ലേലൂയ. നിന്നെ വളർത്തുന്ന പ്രയാസങ്ങൾ ലൈഫിലെ ഏറ്റവും വലിയ അസറ്റ് ആകട്ടോ തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ചിന്തിച്ച് നിങ്ങള് ഹൃദയത്തിലൂടെ വേറെ ഏതെങ്കിലും ഒരു ആലോചന പറയാമോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മോശയ്ക്ക് ദൈവം തന്നെ പരിചയപ്പെടുത്തിയ സെന്റൻസ് ഉണ്ടായിരുന്നു. ഞാനാക്കുന്നവൻ. ഓർമ്മയുണ്ടോ നിനക്ക്? I am that I am. Whatever you believe of me, നീ എന്നെ എങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു അതെല്ലാമാണ് ഞാൻ നിനക്ക്. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേര്?
നീ എന്റെ സൗഖ്യദായകൻ എന്ന് വിശ്വസിച്ചാൽ ഐ ആം യുവർ യഹോവ റാഫ. നീ എന്നെ കരുതുന്ന കർത്താവ് എന്ന് വിശ്വസിച്ചാൽ ഐ ആം യുവർ യഹോവ ഈരേ. ആമേൻ. ഞാൻ നിന്റെ ജയത്തിന്റെ കൊടി എന്ന് വിശ്വസിച്ചാൽ ഐ ആം ദ യഹോവ നിസി. ഓ, അത് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട് ദൈവ മക്കളെ? ഇന്നു മുതൽ ദൈവം അറിഞ്ഞൊരു പരാജയം നിനക്കില്ല. കാരണം നീ ക്യാരി ചെയ്യുന്ന ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് തോറ്റ ദൈവത്തെ അല്ല, ഹല്ലേലൂയ, ജയത്തിന്റെ കൊടിയാണ്. നിനക്കൊരു ചെറിയ ആലോചന പറഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യും. ആമേൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നു കൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അയ്യോ, ഈ വാക്യം പ്രസംഗിക്കാനാണോ പാസ്റ്റർ വന്നത്? ഞങ്ങൾ വലിയ പ്രതീക്ഷയോടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിനേക്കാൾ വലിയ വാക്യമില്ല ഇതിനകത്ത്. നമ്മൾ സാധാരണ ഈ ബന്ധക്കോസുകാര് എന്തെങ്കിലുമൊക്കെ പോരാട്ടമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അധികം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഉപ്പ് പ്രാർത്ഥിച്ചിടും അല്ലേ? അങ്ങനെയോ? ഞങ്ങളെ ആന്ധ്ര മിഷണറി വിളിക്കുന്നതിനെ ഉപ്പ് പാസ്റ്റർ എന്ന്. അദ്ദേഹം ഏലത്തിന് ഉപ്പ് പറഞ്ഞു. ഓക്കെ, അതിലെന്തൊക്കെയുണ്ട്? പക്ഷെ ഇവിടെ വായിക്കാം നമുക്ക്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. ആമേൻ. ഈ ദൈവത്തിന്റെ ചില വാക്കുകളുണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആണ്. നമ്മളിത് ഒത്തിരി കേൾക്കുന്നുണ്ട്. നമുക്ക് അത്രയും അങ്ങോട്ട്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നിങ്ങളൊരു ഒരു വാക്ക് നിങ്ങളതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലും ഉള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. മതി. ഇത് മുഴുവനും ആരരുളി ചെയ്തിരിക്കുന്നറിയാമോ? ദൈവം നീ ഇന്നതാകുന്നെന്ന് പറഞ്ഞാൽ അതൊരു വർണ്ണനയല്ല, ഒരു എക്സാജറേഷൻ അല്ല. ആമേൻ. അത് ആമേൻ ആമേൻ എന്നുള്ളത്. ഇത് പറഞ്ഞതൊരു മനുഷ്യനോട് വ്യക്തമായിട്ട് പറയുന്നു. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഇത് പറഞ്ഞ ആരാ നിങ്ങളോട് പറയുന്നത് ഇന്ന് പകൽക്കാലം? ആരാ പറയുന്നത്? വിശുദ്ധനും ആമേൻ കള്ളം പറയാൻ കഴിയാത്ത സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനും പറയുന്നു, ഞാൻ നിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. സഭയോട് പരിശുദ്ധാത്മ പറയുകയാണ്. റിസീവ് ചെയ്യുന്ന എത്ര പേരുണ്ട് ദൈവത്തിന്റെ മക്കളെ? ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം വിശുദ്ധന് സത്യവാനുമായവൻ ദാവീദിന്റെ താക്കോലുള്ളവൻ ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവൻ ആർക്കും തുറക്കാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്നവൻ പറയുന്നു, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എത്ര റിസീവ് ചെയ്യാൻ തയ്യാറാ ദൈവമക്കളെ? എടുത്തു ഇനി ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല പാസ്റ്ററെ. ദൈവം തുറന്നെങ്കിൽ നിനക്കെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും അത് സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി അതായിരിക്കുന്നത് പോലെ സാക്ഷാൽ ദൈവത്തിന്റെ ശബ്ദമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. I receive it in the name of Jesus.
ഷെതേരി മലഗടഗ ചഗലഗടദന ഏതാലമ റബലഗ ശഗതുര ജഗലദ രാധാല രാധാല ഘട ജഗലഗതുര ഗോരാ രാധാല ഘടഗ ശംധല രഗതുര ഗടദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് സഭയോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ അനന്തപുരിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ കാഞ്ഞിരംകുളത്തിന്റെ ഉപ്പാകുന്നു, നെയ്യാറ്റിങ്ങളുടെ ഉപ്പാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സാധാരണ ഉപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ കർത്താവ് ഇത് പറയുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഉപ്പല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ഇത് പറയുമ്പോ പഴയ നിയമ പുസ്തകത്തിൽ ഉപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ഒരു വാക്കത്തിൽ കവനന്റ് ഓഫ് സോൾട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ലവണ നിയമം കേട്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴും? ഒന്ന് വായിക്കുക, ലേവ്യ പുസ്തകം ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടെ, ഞാൻ നിങ്ങൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പെട്ടെന്ന് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ നിയമത്തിന് ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. അപ്പൊ ദൈവം പറയുന്നത് അതിനകത്ത് നിങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാം. 2 Chronicles 13:5. രാജ്യത്വം ഒരു കവനന്റ് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, യേശു കർത്താവ് ഉപ്പെന്ന് പറയുമ്പോ മീൻകറിക്കിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പല്ല ഇമാജിൻ ചെയ്യുന്നത്. എല്ലാ യാഗത്തിലും ഒന്നിൽ പോലും ഉപ്പ് ഒഴിവാക്കരുതെന്ന് പറയുന്ന അത്രയും ഗൗരവമേറിയ രാജ്യത്വത്തിന്റെ അധികാരം കൈമാറുവാൻ കവനന്റിന്റെ മാറ്ററായി ദൈവം സ്ഥാപിച്ച ആ ഉപ്പ നിയമ ദൈവം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്ന ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുക. യേശു കർത്താവ് നിന്നെ നോക്കി ഭൂമിയുടെ ഉപ്പെന്ന് പറയുമ്പോ യു ആർ എ പാർട്ട് ഓഫ് ഗോഡ്സ് കവനന്റ്. നീ ഇല്ലാതെ ഭൂമിയിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാ ദൈവം പറഞ്ഞ ഉപ്പിന്റെ അർത്ഥം എന്ന് വിശ്വസിക്കുന്നവർ റിസീവ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ഈ തലമുറയിൽ ദൈവത്തിന് എന്തെങ്കിലും മനുഷ്യരോട് ചെയ്യണമെങ്കിൽ യു ആർ ദ കവനന്റ്. ദൈവത്തിന്റെ ഉഭയസമ്മതത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളൊന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? കാര്യങ്ങളെ തട്ടി ഒന്ന് സ്വീകരിക്കുന്നേ. It's so important and you are so important. Hallelujah, hallelujah. യേശു കർത്താവ് നിങ്ങൾ ഉപ്പെന്ന് പറയുമ്പോ മീൻകറിക്കിടുന്ന ഉപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന്റെ സകല യാഗത്തിലും ദൈവത്തിന്റെ സകല സത്യത്തിലും ആമേൻ അവന്റെ കവനന്റിന്റെ ഭാഗമായി ഉടമ്പടിയുടെ ഭാഗമായി ഇടുന്നൊരു ഉപ്പുണ്ട്. അതാ നീയെന്നാ ഇന്ന് പകൽക്കാലം പരിശുദ്ധമാ പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവത്തിന്റെ? ദൈവത്തിന് ഈ തലമുറയിൽ മനുഷ്യരോട് ഈ പട്ടണത്തോട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ ആകുന്ന ഉടമ്പടി കൂടെ മാത്രമേ. ഒന്നിന് ഉപ്പ് തളിക്കാതിരിക്കരുത്.
ഒരു യാഗത്തിലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയിലും ഉപ്പുണ്ടാകാതിരിക്കരുത്. ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ഏത് എൻകൗണ്ടർ നടന്നാലും അതിനകത്തൊരു ജോസഫ് പാസ്റ്റർ ഉണ്ട്, അതിനകത്ത് രമ്യുണ്ട്, ഒരു സൗമ്യുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇത് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം ലോകത്തിലെ ഏതൊരു വസ്തുവിനെ പ്രിസർവ് ചെയ്യുന്ന ഒരു വസ്തു ഉപ്പല്ലേ. നമ്മൾ സാധാരണ മാർക്കെന്ന് വയ്ക്കുന്ന മീന് 2 ദിവസം കഴിയുമ്പോ അത് അഴുകാൻ തുടങ്ങും, അത് പുഴുക്കളുണ്ടാകും അല്ലേ. തലേ ദിവസം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു പുഴുക്കളും നീ നിൽക്കുന്നിടത്ത് ചിലതിനെ നശിപ്പിക്കാൻ, ചിലതിനെ തിന്നുകളയാൻ, ചിലതിനെ ഇല്ലാതെയാക്കുവാൻ, ചിലതിനെ തകർത്ത് കളയാൻ ചലിക്കുന്ന ശാപശക്തികളെ നിന്റെ കൈ തൊടുമ്പോ ഉപ്പ് കടന്ന് ചെല്ലുന്ന ഇടത്ത് ചില ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. ഉടമലഘടക ശിഖരതലഘടതല, ഉടമലഘടക ശിഖരതല. ചില ദുരന്തങ്ങൾ മാറിപ്പോകും, ചില തകർച്ചകൾ മാറുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്ന ചിലതിനെ തിരിച്ചു പിടിക്കാൻ, നശിച്ചുകൊണ്ടിരിക്കുന്ന ചിലതിനെ റിക്കവർ ചെയ്യുവാൻ ആ ദൈവം ഉപയോഗിച്ച വസ്തുവാണ് the covenant of salt. എത്ര പേര് പറയും ഈ തലമുറയിൽ ആ ഉപ്പ് ഞാനാണെന്ന് പറയുന്ന എത്ര പേരാണ്? തിരുവനന്തപുരം ജില്ലയുടെ അംഗമേ, തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അനേക കുടുംബങ്ങളെ പിശാച് പുഴുവരിക്കുന്നത് പോലെ തിന്നൊടുക്കുമ്പോ, തകർത്തുകൊണ്ടിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, നീ അതിന്റെ ഇടിവിൽ ദൈവത്തിന്റെ ഉടമ്പടിയായി നിൽപ്പാൻ, ചിലതിനെ സൗഖ്യമാക്കാൻ, ചില ശാപങ്ങൾ അറുത്തു മാറ്റുവാൻ, ചില കേടുപാടുകളെ നീക്കുവാൻ, ജീർണിച്ച കുടുംബത്തിന്റെ അവസ്ഥകളെ ഉദ്ധരിപ്പാൻ God has appointed me. എത്ര പേര് വിശ്വസിക്കുന്നു? കാര്യങ്ങളെ തട്ടിയൊന്ന് സ്വീകരിച്ച യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരം പട്ടണത്തിൽ അതിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ, അതിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകട്ടെ, അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകട്ടെ. We receive it in the name of Jesus. കുഞ്ഞുങ്ങളത് വ്യാപരിക്കട്ടെ കർത്താവേ, യൗവനക്കാരത് വ്യാപരിക്കട്ടെ. I release the flavor of salt. Shatala maribala gada. Hallelujah, hallelujah, hallelujah. ഇന്ന് പലപ്പോഴും പതിനെ പ്രിസർവ് ചെയ്യാൻ കാരണം എന്താ? ഉപ്പിന് കാരമില്ലാതെ പോകുന്ന 1.5 വർഷമായുള്ളൂ അല്ലേ? അന്ന് 10-20 വരെ ഉണ്ടായിരുന്നുള്ളൂ. തകർന്ന് കടന്ന ചിലതിനെ, പിശാച് നോട്ടമിട്ട ചിലതിനെ, ശാപം ചുമന്ന ചിലതിനെ കൂടെ ചുരുക്കം ചില നാളുകൾ കൊണ്ട് റെസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുവാൻ, ചിലതിനെ പ്രിസർവ് ചെയ്യുവാൻ, ചിലതിനെ സംരക്ഷിക്കുവാൻ, ദൈവത്തിന് വേണ്ടി വേർതിരിപ്പാൻ പിശാചിനെ വിട്ടുകൊടുക്കാതെ നിന്നെ കൊണ്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി എത്ര പേര് വിശ്വസിക്കുന്നതാണ്?
ഈ ദിവസങ്ങൾ ഇതിലധികമായി ഉപ്പിന്റെ കാരം വർദ്ധിക്കും തോറും അതിന്റെ ഫ്ലേവർ കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഇരട്ടിയായി ഡബിൾ പോർഷനായി ഫ്ലേവർ കൂടുന്നു വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പുറകിരിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളെ, കർത്താവ് നമ്മൾ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെന്തിനാ? അനുഗ്രഹമായി തീരാനാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പലരും വരുന്നൊരു വിടുതലിന്, അനുഗ്രഹത്തിന്, ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. നീ എപ്പോ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നോ, എപ്പോ നീ ദൈവത്തിലായോ, അന്ന് മുതൽ നീ ഈ ലോകത്തിന്റെ വ്യക്തിത്വമല്ല, ആക്ടിവേറ്റ് അത് ഈ ലോകത്തിന്റെ സിസ്റ്റം അല്ല, നീ ഒരു പുതിയ സൃഷ്ടിയായി തീരുക. നിന്റെ ടോട്ടൽ സിസ്റ്റം മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിലാകുന്നതോടുകൂടെ നോർമൽ സിസ്റ്റം മാറി. നീ ഒരു സൂപ്പർ നാച്ചുറൽ സിസ്റ്റത്തിലേക്കായി. ആമേൻ. അതുകൊണ്ട് പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കാരണം, ഈ പ്രശ്നങ്ങൾക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഉറപ്പുള്ള എത്ര പേരുണ്ട് ദൈവം മക്കൾ? ദൈവത്തിനുള്ളതെല്ലാം സൂപ്പർ നാച്ചുറൽ ആണെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ? ബൈബിള് മുഴുവൻ എന്നെ തെളിവാ. അങ്ങനെയല്ലേ? രാജാവിന്റെ കോപം ജ്വലിച്ചിട്ട് തീക്ക് 7 ഇരട്ടി ചൂടുകൂടാൻ ആജ്ഞാപനം കൊടുത്തു. അല്ലേ? ഉദരം പറയുന്നു, അവരെ കൈകാലുകൾ ബന്ധിച്ച് ശദ്രക് മേശക് അബേദ്നെഗോ തീയിലേക്ക് എറിയാൻ കൊണ്ടുപോയവരെ തീജ്വാല വിഴുങ്ങിക്കളഞ്ഞു. ആജാന ബാഹുക്കളെ വിഴുങ്ങിയപ്പോ, ആമേൻ, തീയുടെ മണം പോലെ സൂപ്പർ നാച്ചുറൽ. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ലോകത്തിന്റെ ഒന്നിനും ഉപ്പിനെ അഴുകിക്കളയാൻ കഴിയത്തില്ല. ഈ ലോകത്തിലുള്ളതിനെ ഉപ്പ് അഴുകിക്കളയും. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിന്റെ മക്കളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്റെ അകത്ത് ആക്ടിവേറ്റ് ആയിരിക്കുന്നത് ഒരു നാച്ചുറൽ സിസ്റ്റം അല്ല, ഒരു സ്വാഭാവിക സംവിധാനമല്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് എനിക്കറിയാം. ചർച്ചിൽ ഒരു റീത്തയുടെ സാക്ഷി ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ല, ഒരു സഹോദരി റീത്ത ഉണ്ടായിരുന്നു. ഒരു ദിവസം വെളുപ്പിന് ഒരു 4 മണിയപ്പോൾ റീത്തയുടെ അപ്പ എന്നെ വിളിച്ചു, പാസ്റ്ററെ പെട്ടെന്നൊന്ന് വരാമോ? 1 മണിക്കൂർ റീത്ത പെട്ടെന്നൊരു അബോധാവസ്ഥ വന്ന് കണ്ണ് തുറക്കുന്നില്ല, വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, ഒരു ചലനവും ഇല്ല. 1 മണിക്കൂർ നീ കിടക്കുക, പാസ്റ്റർ ശല്യപ്പെടുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. പിന്നെ മണിക്കൂർ ഞങ്ങൾക്ക് ഒത്തിരി ദൂരമുണ്ട് ചെല്ലാനായിട്ട്. ഏകദേശം 5:30 മണിയായി. ഇതിനിടയ്ക്ക് അവര് 108 വിളിച്ചു. ഞാൻ ഏകദേശം അവിടെ അടുത്തെത്തിയപ്പോ എന്നെ വിളിച്ച്, പാസ്റ്റർ ഇങ്ങോട്ട് വരണ്ട, ആംബുലൻസ് വന്നു റീത്തെ കൊണ്ടുപോകുമ്പോ. ഞാൻ തൊട്ടടുത്തെത്തി, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോ ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ അവിടെ കൂടി നിൽപ്പുണ്ട്. ഒരു വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ. ആംബുലൻസിന്റെ ഡ്രൈവർ മറ്റൊരു വ്യക്തിയും കൂടെ ഈ സ്ട്രെച്ചർ പൊക്കിയെടുക്കാൻ നോക്കുക. ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞു, ഒരു ചലനവും ഇല്ല. വെള്ളം തളിച്ചു നോക്കി, കുലുക്കി വിളിച്ചു, ഒരു അനക്കവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്നാ. ഞാൻ ആ സ്ട്രെച്ചറിൽ ഒന്ന് കൈവച്ച്, കർത്താവേ നീ ജീവിക്കുന്ന ദൈവമാണ്, ഇത് നിന്റെ മകളാണ്, നമുക്കൊരു ദോഷവും ഭവിക്കരുത്. 2 വാക്ക് പറഞ്ഞു. തോളിലൊന്ന് തട്ടിയിട്ട്, പ്രതീക്ഷയൊന്നുമില്ല. എന്ത് പറ്റി റീത്ത, എന്ത് പറ്റിയെന്ന് ചോദിച്ചു.
ഇവിടെ ചാടി എഴുന്നേറ്റു, ആ സ്ട്രെച്ചറിനകത്ത് ചാടി എഴുന്നേറ്റ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം. അവൾ ചാടി എഴുന്നേറ്റ് നിലവിളിക്ക് കപ്പാസിറ്റിക്ക് അറിയത്തില്ല എന്താ സംഭവിച്ചത്. അവൾ എഴുന്നേറ്റ് സ്ട്രെച്ചർ വിളിച്ച് രണ്ടുപേരും ചാടി പുറത്തിറങ്ങി. ഒരു ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു പേടിച്ചാ ഇറങ്ങിയത്. പ്രതീക്ഷിക്കാതെ ഈ വ്യക്തി ഇങ്ങനെ ചാടി എഴുന്നേറ്റപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പരിഹസിക്കുകയാണോ? നിങ്ങൾ പ്രാർത്ഥനക്കാർ നേരത്തെ കൊണ്ടുവന്നുകൂടായിരുന്നു, നിങ്ങളെന്തിനെ വിളിച്ച് കളിയാക്കുന്നേ? കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങളെ കൊണ്ടുപോകാനാണ് വിളിച്ചത്. പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വിളിച്ചു. ഇവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞൊക്കെ ലെഫ്റ്റ് സൈഡിൽ ട്യൂമർ ആയിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് സൈഡ് പാരലൈസ്ഡ് ആയി. അവിടെ സംസാരം തിരിയുന്നില്ല. അപ്പോൾ ഡോക്ടർ ഒരു 7 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഇത് സർജറി ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാത്ത അത്യാവശ്യം ഒരു ടാബ്ലറ്റ് എല്ലാം കൊടുത്തു. വീട്ടിൽ മടക്കി വിട്ടു. 9-ാം ദിവസം ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് നടക്കാൻ പറ്റത്തില്ല, കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ അവളെ വിളിച്ചു, അതിൻ്റെ ഹാളിൽ ഇരുത്താൻ പറഞ്ഞു. സാധാരണ കസേര ഇരിക്കാൻ 2-3 കസേര ഹൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പാട്ട് പാടിയപ്പോൾ ദൈവസാന്നിധ്യം അതിനകത്ത് ഇറങ്ങി. കർത്ത പറഞ്ഞു, ഇതൊരു രോഗമല്ല, സ്പിരിറ്റ്, ഒരു ദുരാത്മാവാണെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ തലയെ കൈ തൊട്ടവൾ ചാടി എഴുന്നേറ്റു. അവളെ തടർന്ന് കിടന്ന് കൈ കൊണ്ട് എന്നെ അടിക്കാൻ, കൈ വീശാൻ തുടങ്ങി. അവൾ അലറി വിളിക്കാൻ തുടങ്ങി, ആരാടാ ഇവിടെ യേശുവിനെ കൊണ്ടുവന്നത്? ഞാൻ അവളെ കൊല്ലാൻ വന്നതാ. കുറെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഇവിടെ അപ്പനും അമ്മയും മരിച്ചുപോയി. ഒരു കൊച്ചച്ഛനാണ് വളർത്തുന്നത്. കൊച്ചച്ഛന് മക്കളില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വീട്, കുറച്ച് വസ്തുമുള്ള വീട് എഴുതി വെച്ചു 1 മാസത്തിന് മുമ്പ്. അപ്പം അതിൻ്റെ മേലുള്ള ശത്രുത്വം കൊണ്ട് എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ദുർമന്ത്രവാദങ്ങൾ ചെയ്തു വിട്ട ശക്തിയാണ്. ഇത് അലറി വിളിക്കാൻ തുടങ്ങി, ഞാൻ അവർക്ക് രോഗം വിട്ടിരിക്കുന്നു. ആരും വിശ്വസിക്കും ഈ നൂറ്റാണ്ടിൽ ഞാൻ ഇവിടെ കൊല്ലും. അധികാരത്തോടെ പ്രാർത്ഥിച്ചു, പറഞ്ഞു ഞാൻ പൊയ്ക്കൊള്ളാം, ഇവിടെ കൊല്ലാൻ പറ്റത്തില്ല, ഇവിടെ യേശുവിന്റെ മകള്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് അരുളി ചെയ്ത ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശക്തി അവസാനം അലറി വിളിച്ചു, സത്യം ചെയ്ത് ആ ശരീരം വിട്ടുമാറി. ആ നിമിഷം അവളെ കൈയും കാലും നിവർന്നു. അവളെ നടക്കാൻ തൊട്ട് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഞാൻ ഇനി സാക്ഷ്യം പറയുമ്പോ ഞങ്ങളുടെ ഹാളിൽ ഫ്രണ്ട് റോയിൽ ഇരിപ്പുണ്ട് അറിയിത്ത. 3 ബസ്സുകൾ കയറി ആ ചർച്ചിൽ വരുന്നത്. അതിനുശേഷം ഒറ്റ ആരാധനയും മുടക്കാതെ, ഒറ്റ ഫാസ്റ്റിംഗ് പ്രയർ മുടക്കാതെ. തീർന്നില്ല, സർജറി പറഞ്ഞിരിക്കുക. 2 ആഴ്ച റിവ്യൂവിന് പോകണം. 2 ആഴ്ച വീണ്ടും റീത്ത പോയി. അപ്പൊ നടക്കാൻ തുടങ്ങി. മുഖത്തിന്റെ ആ കുടലെല്ലാം മാറി, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. 2 ആഴ്ച റിവ്യൂവിന് പോയി. ഡോക്ടർ പറഞ്ഞൊരു പ്രാവശ്യം കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോ റിസൾട്ടിനകത്ത് ട്യൂമർ കാണാനില്ല. നിങ്ങൾ വിശ്വസിക്കുമോ ദൈവമക്കളെ? നിങ്ങൾ വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കുന്നു? ചിലതിനെ തകർക്കുന്ന, ചിലതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ഇല്ലാതെയാക്കുന്ന ഒരു ദൈവശക്തി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എത്ര പേര് സ്വീകരിക്കാൻ തയ്യാറാകുന്നു? ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇതിനകത്ത് ഉയർന്നിരിക്കുന്ന പല കരങ്ങളും ആമേൻ, ദൈവം ഈ തലമുറയിൽ അനേകരെ വിടുവിപ്പാൻ, അനേകരെ
സൗഖ്യമാക്കുവാൻ, അനേകരുടെ പൈശാചിക ബന്ധനങ്ങൾ അഴിപ്പാൻ കർത്താവ് ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളെ ചേർത്തടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കും. തലമുറ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവിന്റെ അഗ്നി പട്ടണത്തിൽ ഈ സഭ മുഖാന്തരം കർത്താവ് അയക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവമക്കളെ കൈകൾ അടിച്ച് പ്രതികരിച്ചാണ്, അന്യഭാഷ പ്രാർത്ഥിച്ചാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിയതുപോലെ എത്ര പേര് പറയും എന്റെ എല്ലാം എന്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ ഇരിക്കുന്ന ഉപ്പുകളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ തലമുറയെ സംരക്ഷിക്കാൻ മയക്കുമരുന്നിനും മദ്യപാനത്തിന് അടിമകളായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ പുഴുവരിക്കുന്ന പോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക സാമ്രാജ്യങ്ങളെ തകർക്കുന്ന ഭൂമിയുടെ ഉപ്പുകളാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപ്പിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊലോസ്യ ലേഖനം 4:6 പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ കേട്ടില്ല. അപ്പൊ ഉപ്പന്തിനു വേണ്ടിയിട്ടാ? രുചി വരുത്താനായിട്ട്. ശ്രോത്രം പറയുന്നേ, ചിലതൊക്കെ കാഞ്ഞിര കുരു പോലെയാ, ഉപ്പെന്നാ പറയുന്നേ, ഒരു ഹല്ലേലൂയ പറയുന്നേ. ഉള്ളതിനെ കൂടെ കലക്കുന്ന ചിലതുണ്ട്. ശ്രോത്രം, ഉള്ളതിനെ കൂടെ കൈപ്പറക്കുന്ന ചിലതുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, രുചി പകരുന്ന ഉപ്പുകളായി അനേകരുടെ ജീവിതത്തിൽ മാധുര്യം പകർന്നു കൊടുക്കുന്ന, ആശ്വാസം പകർന്നു കൊടുക്കുന്ന കൈപ്പിന്റെ അനുഭവങ്ങളെ മാറ്റി ചില കുടുംബ ജീവിതങ്ങളിലേക്ക് മാധുര്യം പകരുന്ന ഉപ്പുകളായി ചിലരെ കർത്താവ് നിയമിച്ചാക്കിയിരിക്കുന്നതിന് ചിലരെ കൈ തൊട്ട് പ്രവചിക്കാൻ എനിക്ക് ആത്മാവിൽ പ്രേരണയുണ്ട്. ഞാൻ ഓൺലൈൻ പലരും ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. കൈയടിച്ച് സ്വീകരിക്കാമോ? ആ കൈയൊപ്പ് നിങ്ങൾ തന്നെ സ്വീകരിച്ചോ. ചിലരെ പരിശുദ്ധ ചില കുടുംബങ്ങളിലേക്ക് അസ്വസ്ഥത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വർഷങ്ങളായി സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ചില കുടുംബങ്ങളിലേക്ക് രുചി പകരാൻ നിന്റെ കാല ഭവനത്തിൽ ചവിട്ടുമ്പോ നിന്റെ വായി തുറന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോ ആ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുവാൻ. ഹലോ, കർത്താവ് എന്നോട് പറയുന്നു, ഡിവോഴ്സിന് തീരുമാനമെടുത്തു വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്റെ കാല് ചവിട്ടിയാൽ, ഹല്ലേലൂയ, അതുവരെയുള്ള സകല പ്രശ്നങ്ങളും മാറി നീ ചെന്ന് കൈ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ച് ഒരു പുനർവിവാഹം നടത്തുന്നത് പോലെ, ഹല്ലേലൂയ, രുചിയുള്ള ഉപ്പുകളായി അനേകരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന, മനോഹരമാക്കി തീർക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് എന്നെ കടന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്വീകരിക്കുന്നേ. ഈ ജൂൺ മാസത്തിന്റെ ഈ പകുതി കഴിയുമ്പോ ദൈവം പറയുന്നു, നിന്നെ ചില ഇടങ്ങളിൽ തകർന്നു കിടക്കുന്ന ചിലതിനെ, രുചി നഷ്ടപ്പെട്ടു പോയ ചിലതിനെ, അസ്വസ്ഥത അനുഭവിച്ച ചില കുടുംബങ്ങളിൽ ചിലതിനെ ഒന്നാക്കി ചേർക്കുവാൻ, ചിലതിന് സ്വാദ് പകരുവാൻ, ചിലതിന് അർത്ഥം പകരുവാൻ, ചിലതിന് സന്തോഷം പകരുവാൻ. ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിയുവാൻ. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ ഇങ്ങനൊരു ഉപ്പാക്കി തീർത്ത കർത്താവിന് ഒന്ന് കൈയടിച്ച് മഹത്വം കൊടുക്കാമോ? ഹലോ, ആരൊക്കെ നിർബന്ധിച്ചാ ഇവിടെ വന്ന് പറ്റിയതെങ്കിലും
എത്ര നല്ലവനാം പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും നിന്റെ ജീവിതത്തെ ഇതുപോലെ മാധുര്യമാക്കി തീർക്കാൻ കഴിയുന്ന ഈ അപ്പന്റെ അടുക്കലേക്ക് ആദ്യമായിട്ടാണ് വന്നതെങ്കിലും ഒരു തീരുമാനം എടുത്തോളെ. അപ്പനെ കെട്ടിപ്പിടിച്ചു പറയാ, ഹല്ലേലൂയ, ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ കണ്ടെത്തുക. ഹല്ലേലൂയ. തിരുവഴുത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മെ ആശ്വസിക്കുന്ന ഒരു ദൈവം. വാർദ്ധക്യവും നരമുള്ള കാലത്തും ഞാൻ നിന്നെ ചുമക്കാൻ അരുളി ചെയ്ത ഇന്നലെ ദൈവം ഒരു വെളിപ്പാടുണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരും പരിധിയാകുമ്പോൾ നമ്മളെ മടുക്കും. എത്ര സ്നേഹിക്കുന്ന ഭാര്യ ഒരു സമയത്ത് നമ്മൾ മടുത്തു പോകും. പക്ഷെ ഉലകത്തിൽ മടുക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നിന്നെ മടുക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നു? നീ എന്തെല്ലാം കുസൃതി കാണിച്ചാലും, നീ പിണങ്ങിയാലും, നീ അസ്വസ്ഥതപ്പെട്ടാൽ തിരിച്ചറിയുന്ന എത്ര പേരാണ്? നീ അറിയാതിരിക്കെ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചരുതേ. സന്തോഷമുണ്ട് ഇതിനകത്ത് വന്ന് പെട്ടതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാൻ, എന്റെ യേശുവിനായി ഗീതം. ഇറ്റ്സ് എ സൈൻ ഓഫ് അതോറിറ്റി. എത്ര പേര് വേഗം വായിക്കാം? പെട്ടെന്ന് വായിച്ചാണ്. അതുകൂടെ വായിച്ച് നമ്മൾ നിർത്തും. ആമേൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഉപ്പിന് ടേസ്റ്റ് കൂട്ടും നമ്മൾ അവസാനിപ്പിക്കും. 2 വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു. നിയമത്താൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കവനന്റ്. ആരാ? ഞാനും നിങ്ങളൊക്കെ. ഇത്ര രാജാക്കന്മാരെ വാഴിക്കാൻ, ചിലരെ അനോയിന്റ് ചെയ്യാൻ മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഇനി ഇങ്ങോട്ട് ഫേസ് അല്ല, അങ്ങോട്ട് ഫേസ് ചെയ്യാൻ ചിലതിനെ. ഹല്ലേലൂയ. എത്ര പേരൊക്കെ മനസ്സിലാകുന്ന ദൈവമക്കളെ? ചില രാജാക്കന്മാരെ വാഴിക്കാൻ അവൻ നൽകിയ ലവണ നിയമത്താൽ, ഉപ്പിന്റെ ഉടമ്പടിയാൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലര് ഈ ദേശത്ത് ചിലതിനെ വാഴിക്കുവാൻ, അനോയിന്റ് ചെയ്യുവാൻ, ചില പൈശാചിക വാഴ്ചകളെ ഇടിച്ചു മാറ്റി മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ചില ഡിവൈൻ അതോറിറ്റികളെ ചിലരെ അഭിഷേകം ചെയ്തയക്കാൻ, ചിലരെ അനോയിന്റ് ചെയ്യാൻ, ചിലരെ ഓർഡർ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ചിലതിന് ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമാക്കി. Come on, are you ready to receive it? ഇന്ന് പോലെ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ആ ദൈവ ശബ്ദം ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പായി തീരുവാൻ, ചിലതിനെ അനോയിന്റ് ചെയ്യുവാൻ, ഈ തലമുറയിൽ ചിലതിനെ അഭിഷേകം ചെയ്തിറക്കുവാൻ. ക്രിസ്തുവിന് പകരം ചിലതിനെ അവൻ ആത്മാവിൽ അഭിഷേകം ചെയ്യുവാൻ, ആത്മാവിൽ അനോയിന്റ് ചെയ്യുവാൻ ഇന്ന് പകൽ. ഹല്ലേലൂയ. ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോ ലവണ നിയമത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ചില ഭരണാധികാരികളെ സ്ഥാപിക്കണമെങ്കിൽ God needs you. നിന്നെ ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. നിന്നെ കൂടാതെ ചിലരുടെ കസേര ഉറക്കത്തില്ല. നിന്നെ കൂടാതെ ചില അധികാരങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകത്തില്ല എന്ന്
എന്ന് പറഞ്ഞാൽ ആ ദൂതൊന്ന് സ്വീകരിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. It's for me, Lord. Shudadhala ragadhala ragathala ebalama rabalaga shigalaga turadhala udarabalaga shigaladhala യേശുവിന്റെ നാമത്തിൽ ഈ സഭയിലേക്ക് ഞാൻ റിലീസ് ചെയ്യാണ്. I release the flavor of salt in the name of Jesus. Hallelujah. ചില ആധിപത്യങ്ങളെ തകർക്കുവാൻ ഇരമ്യാനോട് പറഞ്ഞതിലെ ഉന്മൂലനം ചെയ്യുവാൻ തീർന്നില്ല. ചിലതിനെ തകർത്ത് കളയാൻ തീർന്നില്ല. ചിലതിനെ വാഴിക്കുവാൻ, ചിലതിനെ പണിയുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഇന്ന് പകൽക്കാലം പട്ടണത്തിലെ ചില പൈശാചിക ആധിപത്യങ്ങളെ തകർത്ത് ചില സ്പിരിച്വൽ ലീഡേഴ്സിനെ അനോയിന്റ് ചെയ്യുവാൻ. ഞാൻ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? I am the covenant of salt. Hallelujah. ഞാൻ വേറെ ഉപ്പല്ല, ഉടമ്പടിയുടെ ഉപ്പാണ്. എത്ര പേര് ആമേൻ പറയും? ഞാൻ മീൻകറിക്കിടുന്ന ഉപ്പല്ല, ദൈവത്തിന് മനുഷ്യനുള്ള ഉടമ്പടിയുടെ ഈ കാലഘട്ടത്തിന്റെ ഈ തലമുറയുടെ ഉടമ്പടി ഉപ്പാക്കി ദൈവനെ നിർത്തിയിരിക്കുന്നതിന് receive it in the name of Jesus. Hallelujah. 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 എടുത്ത് വായിക്കാൻ സമയമില്ല. It's for cleansing. Amen. ഇത് ശുദ്ധീകരണത്തിനുള്ളതാ. ജലം മലിനപ്പെട്ടപ്പോ ആമേൻ ആമേൻ പ്രവാചകൻ ഉപ്പ് വിതറി അതിനെ ശുദ്ധമാക്കിയതുപോലെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അശുദ്ധമായ ചിലതിന് ദൈവാത്മാവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് ചില പാപക്കറകളെ കർത്താവ് മാറ്റി ചിലതിന് ദൈവ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് come on receive. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്ന മക്കളെ ഇന്ന് പകരം ക്ലെൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ചില വിടേണ്ടതിന് വിടാൻ പോകുന്നതിന് ദൈവാത്മാ പറയുന്നു. ഇന്ന് പകൽക്കാലം ചില തീരുമാനങ്ങളെ പുതുക്കാൻ പോകുന്നതിന് ഉടമല ഘടക ശിഖരതല ചില ഉടമ്പടികളെ പുതുക്കാൻ പോകുന്നതിന് കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കൈകളെ തൊട്ട് സ്വീകരിച്ച യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ശുദ്ധീകരണം ആമേ നടക്കാൻ പോവുക. വിശ്വസഭയ്ക്കകത്ത് ശുദ്ധീകരണം നടക്കാൻ പോവുക. ഹല്ലേലൂയ. ദേശത്ത് ആമേ ശുദ്ധീകരണം നടക്കാൻ പോവുക. ഈ ഉപ്പ് വിതറുന്നിടത്തൊക്കെ ജനം മാനസാന്തരപ്പെടും. ഈ ഉപ്പ് നടന്നില്ലെന്നിടത്തൊക്കെ പാപികൾ മാനസാന്തരപ്പെടും. Because it is meant for cleansing. Hallelujah. ദേശത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, ദേശത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, ദേശത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ഭൂമിയുടെ ഉപ്പാക്കി തീർത്തിരിക്കുക. സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? സന്തോഷത്തോടെ കൈകളെ തട്ടി ഇന്ന് പകൽ എൻ്റെ വചനം വെറുതെ പോയി, വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനെങ്ങനെ ഫ്ലേവർ വർദ്ധിക്കുന്നത്? അതിനും പറയുന്നു കൈയടിക്കുന്നൊക്കെ ശരിയാണ്, പക്ഷേ ഉപ്പിൽ കാരമില്ലാതെ പോയാൽ ഇത് 2 മാസം വരും. അത് കഴിഞ്ഞാൽ പുറത്ത് കളയും, പുറത്താവുമെന്ന് ഹല്ലേലൂയ പറയുന്നത്. അപ്പൊ വരുന്ന ഒരു കാരം വർദ്ധിപ്പിച്ചു, രുചി വർദ്ധിപ്പിക്കും. ടേസ്റ്റ് കാമേ ക്രിസ്തുവിന്റെ രുചി നിന്റെ മേൽ, ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ ക്യാരക്ടർ, ക്രിസ്തു യേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കയ്യടി മാത്രം ഇതിലെന്താ രുചി വരുത്തുന്നത്? എന്താ? ക്രിസ്തുവിന്റെ ഭാവം. ആ
അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, അവൻ സ്നേഹിച്ചതുപോലെ ചേർത്ത് പിടിക്കാൻ, ആമേൻ, അവൻ കരുതുപോലെ കരുതുവാൻ. ഹല്ലേലൂയ. ഉപ്പിന്റെ ടേസ്റ്റ് വർദ്ധിക്കണം. പണ്ടൊക്കെ നമ്മളാരും അടുപ്പിക്കത്തില്ലായിരുന്നു, നമ്മളും അടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളില്ലാത്തൊരു കൂട്ടമില്ല. ചില പ്രാർത്ഥനകളിൽ ചില വ്യക്തികൾ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ പാസ്റ്റേ. ചിലർ വേണം, അവരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് കാരമുള്ള ഉപ്പായതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി, കോട്ടേജ് മീറ്റിങ്ങിന് വേണ്ടി, സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി. കാരണം ചിലത് കാരമുള്ളതിനെ അവൻ മാറ്റി നിർത്താൻ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. നീ ഒരു കല്യാണ പാർട്ടിക്ക് പോയാലും നിന്നെ ഒന്ന് കണ്ടാൽ മതി ചിലർക്ക്. നീ ഒരു ഷേക്കാൻഡ് കൊടുത്താൽ മതി. എന്റെ സിസ്റ്റർ എന്തോ മനസ്സിൽ നിന്ന് ഉരുകി പോയതുപോലെ എനിക്ക് ഒരു ആശ്വാസം കിട്ടുന്നു പറയാൻ. കാരണം എത്ര പേർ തിരിച്ചറിയുന്നു ദൈവത്തിന്റെ മക്കളെ? നീ വിശ്വസിക്കുക. നീ ചെല്ലുന്ന ഇടത്ത് നീ ഒരു ഹാൾമാർക്കായി തീരാൻ പോവുക. നീ ചെല്ലുന്ന ഇടത്ത് ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിച്ച ദൈവമക്കളെ, നീ സ്പെഷ്യലായി തീരാൻ പോവുക. നിന്നെ ആർക്കും ഒഴിവാക്കാൻ ഒക്കത്തില്ല. ഒരു കുടുംബത്തെ നീ ഇല്ലാതെ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. നീ ആ മുറിക്കകത്ത് കയറുമ്പോ തന്നെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുമെന്നേ. നീ സ്റ്റേജിൽ കയറുമ്പോ തന്നെ ആ മാധുര്യം ഇരിക്കുന്നവർ അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് തീരുമാനം എടുക്കുന്ന കർത്താവ് ഇന്ന് മുതൽ ബാക്കിയെല്ലാം വിട്ടിട്ട് ഈ അധികാരത്തിന്റെ, ഈ പ്രിസർവേഷന്റെ, ഈ പ്രൊട്ടക്ഷന്റെ, ഈ അനോയിന്റിങ്ങിന്റെ രസം വർദ്ധിക്കാൻ പോവുക. ഒത്തിരി കാര്യങ്ങളോട് പറയാൻ സമയം. ഒന്ന്, യഹോവയെ കാത്തിരിക്കുന്നവർ they will renew the flavor. മനസ്സിലായ എത്ര പേരുണ്ട്? ഓടി തല കാണിക്കുന്നവരല്ല, ദിവസങ്ങൾ, മണിക്കൂറുകൾ. Those who wait unto the Lord. അപ്പന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന, അപ്പനോട് സംസാരിക്കുന്ന. ഞാൻ പറയുന്ന പ്രാർത്ഥന യാചനയല്ല, കംപ്ലൈന്റിന്റെ ലിസ്റ്റ് അല്ല, ആവശ്യങ്ങളുടെ ലിസ്റ്റ് അല്ല. The time of communication with God. ദൈവത്തോട് ഹൃദയം പങ്കിടുന്ന. എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞു? ദൈവം നമുക്ക് ആവശ്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിയ അപ്പന്, നിന്റെ ചിരി ഒന്ന് കാണാൻ അപ്പന് കൊതിയ. നിന്നെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്ന to have an intimate relationship. നീ അപ്പനോട് സംസാരിക്കും തോറും ബന്ധം സ്ട്രോങ് ആകും. ഹല്ലേലൂയ. കർത്താവേ, 2 മണിയാകല്ലേ ഇന്ന്. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പറയാമോ? പിരിയിൽ ഇനിയും മരണം വരെയും. ചേർത്ത് പിടിച്ചു പറയണം കർത്താവ്. പിരിയിൽ ഇനിയും മരണം വരെ, മാറിൽ ഇനിയും ഞാൻ മാർവിൽ നിന്നും. 3 മണിക്കൂർ സംസാരിച്ചാലും അയ്യോ ഞാൻ ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല, അടുത്ത ട്രിപ്പ് സംസാരിക്കാൻ പറയുന്നില്ല.
മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരും ുള്ള ഫ്ലേവർ വർദ്ധിക്കാൻ തുടങ്ങുക. അപ്പന്റെ കൂടിരിക്കുന്ന ഒരു കൃപാവരങ്ങൾ വർദ്ധിക്കാൻ പോവുക. അഭിഷേകത്തിന്റെ അഗ്നി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ നടന്ന് പോകുമ്പോ ഭൂതങ്ങൾ വിളിക്കുന്ന ഒരാത്മതലത്തിലേക്ക് നീ കാല് ചവിട്ടുന്നിടത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. To have an intimate relationship, heart to heart relationship. നീ കുറെ നേരം അപ്പന്റെ കൂടെ ഇരിക്കുമ്പോ നീ പറയും, ഞങ്ങൾ മേലാൽ രണ്ടല്ല ഒന്നത്രേ ആകുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ. നീ ഏത് തിരക്കിനിടയിൽ നിന്നാലും you will be special for God. നിന്നൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നീ ഒരു മാരേജ് ഫംഗ്ഷന് പോയാൽ, നീ ഒരു പാർട്ടിക്ക് പോയാൽ, ചിലർ നിനക്ക് ചുറ്റും വട്ടം കൂടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. നിന്റെ ഒരു കരസ്പർശനത്തിന് വേണ്ടി തിരുവെടുത്ത് പറയുന്നു, ഞാൻ നിന്നെ ഭൂമിയുടെ ഉപ്പാക്കിയിരിക്കുക. കരമടിച്ച് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട് ദൈവത്തിന്റെ മക്കൾ? നിന്റെ അകത്ത മാധുര്യം പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? കർത്താവിന്റെ ഉപമയുണ്ട്. വിളക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മുറിക്കാത്തിരിക്കത്തില്ല. അതുവരെ ഇത് കരുതിരിയായിട്ട് മൂലയിട്ടേക്കും. പക്ഷെ കത്തിയ ചിലതുണ്ടല്ലോ ഇതിനകത്തിരിക്കുന്ന, തീ കത്താൻ തുടങ്ങിയ ചിലതുണ്ടല്ലോ, ഉപ്പിന് രുചി കൂട്ടിക്കൊണ്ട് ചിലതുണ്ടല്ലോ. വചനം പറയുന്നു, അത് തണ്ടിന്മേൽ പരസ്യമായി പട്ടണം കാണത്തക്ക രീതിയിൽ, ദേശത്തെ തൊടത്തക്ക രീതിയിൽ, ചിലതിനെ ചലിപ്പിക്കത്തക്ക രീതിയിൽ, ചിലതിനെ കർത്ത പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുക. ചിലതിനെ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മാവ് ഇന്ന് പകൽക്കാലം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്, അത് ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങളെ തട്ടി അത് സ്വീകരിക്കുക. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധമ്മ പറയുന്നു, കത്തി തുടങ്ങിയ ചിലതിന് ഇനി പറയും കീഴ് വെച്ചേക്കത്തില്ല, ഇനി ഒതുങ്ങിയിരിക്കത്തില്ല. ചിലതിന് ദൈവാത്മാവ് ഈ ജൂൺ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരാൻ പോകുന്നതിന് ചിലതിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഈ തലമുറയ്ക്ക് ഒരുപ്പായി, ഭൂമിക്ക് ഒരുപ്പായി കർത്താവിനെ നിർത്തിയിരിക്കുന്ന ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചാണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്ട് കൈകളെ തട്ടി അന്യഭാഷയിൽ ആരാധിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോ ചിലതിന്റെ മേൽ ദൂതൻ തൊടുന്നത് പോലെ ചില വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്, ചില കെട്ടുകൾ കർത്താവ് അടിച്ചു മാറ്റുന്നതിന് കൈകളെ തട്ടി സ്വീകരിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഞങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധ വ്യക്തമായിട്ട് പറയുന്നു, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ സമയമായി. അതോടെ ആമേൻ പറയാനായിട്ട് കഴിയുന്നു. പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി, പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി അനേകരെ പ്രിസർവ് ചെയ്യുന്ന, അനേകരെ ക്ലെൻസ് ചെയ്യുന്ന, അനേകരെ അനോയിന്റ് ചെയ്യുന്ന ഒരു ഉപ്പാക്കി ദൈവം നിർത്തിയിരിക്കുന്നതിന് കൈകളെ തട്ടി ഒന്ന് സ്വീകരിക്കുക.
Shatalaba riba baba baba baba. Ridhala gadaga shamdhala gadadala. Ribala gadaga shigala gadadala. കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ, ഈ തലമുറയെ വിടുവിച്ചെടുക്കുവാൻ ശത്രു തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ അവൻ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുവാൻ ചിലതിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തീ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു ഈ ദൂത് എനിക്ക് വ്യക്തിപരമായി ഇത് എന്നോട് ദൈവം സംസാരിച്ചതാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം കർത്താവിനോട് ചേർന്നിരുന്ന് ഉപ്പിന്റെ രസം വർദ്ധിപ്പിക്കാൻ കർത്താവെ, നാളുകളിൽ അനേകരെ ശത്രു തകർത്തുകൊണ്ടിരിക്കുമ്പോ, അനേക ജീവിതങ്ങളെ മുടിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ വിടുവിച്ചെടുക്കുവാൻ, അവരെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ കൈരായുധമാക്കി, നിന്റെ ഉടമ്പടിയുടെ ഭാഗമാക്കി